ISL 11-ാം സീസണിനായുള്ള ആദ്യഘട്ട പ്രീ സീസൺ തായ്ലാന്റിൽ പുരോഗമിക്കുമ്പോൾ ആദ്യ പ്രീ സീസൺ മത്സരത്തിലെ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് നാളെ രണ്ടാം മത്സരത്തിന് ഇറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിക്കേൽ സ്റ്റാറെ തന്നെയാണ് ഇൻസ്റ്റ വഴി ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. ശേഷം 20-ാം തീയതിയും 21-നും മത്സരങ്ങൾ കളിച്ച് 22-ന് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിനായി കൊൽക്കത്തയിലേക്ക് തിരിക്കും. ശേഷം ഡ്യൂറന്റ് കപ്പിനായുള്ള ഒരാഴ്ചത്തെ പരിശീലനം 24-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 1-നാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈക്കെതിരെ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുക. ഇതോടെ തായ്ലൻഡ് പ്രീ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് 4 മത്സരങ്ങൾ കളിച്ചായിരിക്കും കൊൽക്കത്തയിലേക്ക് തിരിക്കുക. അതുപോലെ നിലവിൽ ജീക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഏകദേശം ഉറപ്പാകുമ്പോൾ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൈവിടാൻ തീരുമാനിച്ചതല്ല, മറിച്ച് 3 വർഷത്തെ കോൺട്രാക്ട് ഓഫർ താരത്തെ നൽകിയെങ്കിലും താരം പുതിയ ക്ലബിനു വേണ്ടി കളിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഈസ്റ്റ് ബംഗാളുമായി താരം കരാർ ധാരണയിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ എത്തിയേക്കും. എന്തായാലും സഹൽ ദിമ്മി തുടങ്ങിയ മികച്ച താരങ്ങളെ കൈവിട്ട ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ജീക്സൺ എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറെ കൂടി കൈവിടാൻ ഒരുങ്ങുകയാണ്. അതുപോലെ മോഹൻ ബഗാൻ താരം അർമാൻഡോ സാദിഖുവിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തിയതിനു പിന്നാലെ മോഹൻ ബഗാൻ ഗ്രെഗ് സ്റ്റുവാർട്ടിനു വേണ്ടി രംഗത്തിറങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. സാദിഖുവിന്റെ കാര്യത്തിൽ നിലവിൽ റിപ്പോർട്ടുകളൊന്നും ഇല്ലെങ്കിലും നാളേക്കുള്ളിൽ താരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായേക്കും. നിലവിൽ ജീക്സനെയും കൈവിട്ട ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനത്തോട് കലിപ്പുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തണുപ്പിക്കാൻ സാദിഖുവിന്റെ ട്രാൻസ്ഫർ മതിയാകുമോ എന്ന് കണ്ടറിയണം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.